കോഴിക്കോട് എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ മഴക്കെടുതികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. മുഹമ്മദ് ഷംസീർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷംസീർ, രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. രാത്രി തകർത്ത് മഴ പെയ്തിരുന്നെങ്കിലും മലയോര മേഖലകളിലടക്കം രാവിലെ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ മാറ്റമുണ്ടോ അതോ അതേ നിലയിൽ തന്നെ തുടരുകയാണോ? ജിൽസി, കോഴിക്കോട് എന്നല്ല വടക്കൻ കേരളത്തിലാകെ തന്നെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. മലപ്പുറത്ത് ചിലയിടങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ സ്ഥിതി ശാന്തമാണ്. മലയോര മേഖലകളിലും ഇപ്പോൾ മഴയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇന്നലെ രാത്രി പലയിടങ്ങളിലും ഏറെക്കുറെ ശക്തമായ തന്നെ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതും ചേർത്തു പറയേണ്ടതാണ്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത തുടരുന്നുണ്ട് ഈ ജില്ലകളിലെല്ലാം തന്നെ. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന മുന്നറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനും ഒപ്പം തന്നെ മലയിടിച്ചിലിനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ്, വടക്കൻ കേരളത്തിൽ വയനാട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് അവധി എന്നതും പ്രത്യേകമായി തന്നെ പറയേണ്ടതുണ്ട്. വയനാട് ജില്ലയിൽ വൈത്തിരിയിലെ എന്നൂര് പൈതൃക ഗ്രാമത്തിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് തൽക്കാലം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലകളിൽ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മഴ കൂടുമെന്ന് മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ആ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുമുണ്ട്. ജിൻസി. ശരി ഷംസീർ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പലയിടങ്ങളിലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പലയിടത്തും ഇല്ല എങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ നല്ല മഴയാണ് ഷംസീർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുഹബത്ത്. എന്തായാലും കൊണ്ടോട്ടിയിൽ മഴയുണ്ട്. ഒപ്പം തന്നെ ഈ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് അവധി പ്രഖ്യാപിക്കാത്തത്? ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ട്. മലപ്പുറത്ത് എന്താ കുട്ടികൾ വാട്ടർ പ്രൂഫ് ആണോ കളക്ടറെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോടും ഒന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്നൊന്നും വലിയ രീതിയിലുള്ള മഴ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവധി എന്നുള്ള കാര്യം ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം.